അനിൽ അംബാനി എന്ന ചാണക്യന് അവസാനമായിരിക്കുന്നു. ഇന്ത്യൻ കോർപ്പറേറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ വ്യക്തി എന്ന ഖ്യാതിയും അംബാനിക്ക് സ്വന്തമായി. അനിൽ അംബാനി വെറുമൊരു ബിസിനസ്സുകാരനല്ല, മറിച്ച് ഒരു സാമ്പത്തിക തട്ടിപ്പ് മാസ്റ്റർ മൈൻഡ് ആണെന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. സാധാരണക്കാരെ വഞ്ചിച്ച് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത തുക വിദേശത്തേക്ക് കടത്തിയെന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് അനിൽ അംബാനിക്കെതിരെ ഉന്നയിക്കപ്പെടുന്നത്. അനിൽ അംബാനി ബോധപൂർവം കൃത്യമായ പ്ലാനിങ്ങുകളോടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ വെട്ടിപ്പാണ് ഇതെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC, കാനറ ബാങ്ക് തുടങ്ങി 39ഓളം പ്രധാനപ്പെട്ട ബാങ്കുകളിൽ നിന്നും ധനകാര്യ ഏജൻസികളിൽ നിന്നുമായി ഏകദേശം 40,000 കോടി രൂപയിലധികം അദ്ദേഹം വായ്പ എടുത്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്ര വലിയ തുക വായ്പ എടുത്തെങ്കിലും അതൊന്നും തിരിച്ചടയ്ക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. വായ്പ തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിരന്തരം അദ്ദേഹം ശ്രമം നടത്തിയിരുന്നു. ആപ്പിൾ ഫയൽ എന്നറിയപ്പെടുന്ന രഹസ്യ സ്വഭാവമുള്ള രേഖകളാണ് തട്ടിപ്പിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച ഈ ഫയൽ പ്രകാരം അനിൽ അംബാനി വിവിധ ട്രസ്റ്റുകൾ രൂപീകരിച്ചതായും അതിൽ തന്റെ ഭാര്യ ടിന അംബാനി, 2 മക്കൾ എന്നിവരെ ഗുണഭോക്താക്കളാക്കിയതായും പറയുന്നു. ഈ ട്രസ്റ്റുകൾ വഴി മുംബൈയിലെ പാലി ഹില്ലിലുള്ള 3700 കോടിയിലധികം രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ അദ്ദേഹം നിയന്ത്രിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വായ്പ എടുത്ത പണം സ്വന്തം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനും കുടുംബത്തിനായി സ്വകാര്യ സ്വത്തുക്കൾ സ്വരൂപിക്കുന്നതിനുമായി ഉപയോഗിച്ചതായാണ് ആരോപണം. ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ പണം UK-യിലേക്കും ചൈനയിലേക്കും മാറ്റിയെന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2012-ൽ ഹോളിവുഡ് നിർമ്മാതാവാകാൻ ശ്രമിക്കുന്നതിനിടെ ചൈനീസ് ബാങ്കുകളിൽ നിന്ന് ഏകദേശം 13,538 കോടി രൂപ അദ്ദേഹം വായ്പ എടുത്തിരുന്നു. ഈ വായ്പകൾ തിരിച്ചടയ്ക്കാൻ വീണ്ടും ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തു. ഇതെല്ലാം ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പിന്റെ ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രതിരോധ മേഖലയിൽ വലിയ കരാറുകൾ നടത്താൻ അദ്ദേഹത്തിന് അനുമതി ലഭിച്ചതെന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട്. സാധാരണക്കാരൻ 1 ലക്ഷം രൂപ വായ്പ എടുത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കുകൾ ജയിലിലടയ്ക്കാൻ തയ്യാറാകുമ്പോൾ കോടികൾ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്തവർക്ക് ബാങ്കുകൾ പ്രത്യേക പരിഗണന നൽകുന്നത് എങ്ങനെയാണെന്നത് വലിയ ചോദ്യമാണ്. പൊതുമേഖലാ ബാങ്കുകൾ അനിൽ അംബാനിക്ക് വ്യക്തിപരമായ ഗ്യാരണ്ടി ഇല്ലാതെ എങ്ങനെ വായ്പ നൽകിയെന്നതും അന്വേഷണ വിധേയമാക്കണമെന്ന ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. വായ്പ ലഭിക്കുന്നതിനായി വ്യാജരേഖകൾ ചമച്ചതായും ബാങ്ക് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചതായും സൂചനകളുണ്ട്. ഈ ട്രസ്റ്റുകൾ വഴി വിദേശത്ത് നിക്ഷേപം നടത്തിയതും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. അനിൽ അംബാനിയുടെ ഈ പ്രവൃത്തികൾ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വായ്പ എടുത്ത തുക ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാതെ വ്യക്തിപരമായ സ്വത്തുക്കൾ വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ചു എന്നതാണ് പ്രധാന ആരോപണം. ബാങ്കിംഗ് മാനദണ്ഡങ്ങളെ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ വായ്പകൾ അനുവദിക്കപ്പെട്ടത് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അനിൽ അംബാനി എന്ന അതികായന്റെ അധ്യായം ഏറെക്കുറെ ശിഥിലമായ അവസ്ഥയിലാണുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് ഉറപ്പാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ഇത്ര വലിയ തുക വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെ വന്നിട്ടും അധികൃതർ വേണ്ട നടപടി എടുക്കാഞ്ഞതിനും വലിയ വിമർശനമാണ് ഉയർന്നിട്ടുള്ളത്.